അറബിക്കടലിൽ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ലൈബീരിയൻ ചരക്കു കപ്പലായ MC എൽസ 3 കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യം വ്യാപിച്ച 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മാത്രം എണ്ണപ്പാട ഒതുക്കി തീർക്കാനും തീരത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമായതും കാഴ്ചാപരിധി കുറഞ്ഞതും തീരസേനയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ടെന്ന തീരുമാനത്തിൽ കോൺഗ്രസ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി PV അൻവർ അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ പ്രസ്താവന അപമതിപ്പുണ്ടാക്കിയെന്നും കോൺഗ്രസ് പറയുന്നു. ഇനി ഒത്തുതീർപ്പിന് ഒരു പ്രസക്തിയും ഇല്ലെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം. ഒത്തുതീർപ്പിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടും. അൻവർ വേണമെങ്കിൽ UDFനെ പിന്തുണയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. സിനിമാ താരം ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ്. ഉണ്ണി മുകുന്ദന്റെ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണി മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു മാനേജർ പോലീസിൽ പരാതി നൽകിയത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാറാണ് പരാതിക്കാരൻ. ഏറെക്കാലമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ ആഴ്ച 335 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ച പിന്നിട്ടപ്പോൾ കേസുകൾ 430-ലെത്തി. 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയും ഉള്ളത്. 2 പുരുഷന്മാരാണ് തിരുവനന്തപുരത്ത് ഒരാഴ്ചക്കിടെ മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലുള്ളവരാണ് മരണപ്പെട്ടത്. മരിക്കുമ്പോൾ ഇരുവരുടെയും പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വരും മണിക്കൂറിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.